लंबी सवारी कितनी થઈ ગઈ. പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. 242 യാത്രക്കാരുമായി ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം പറന്നുയർന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. ഇന്നുച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിലാണ് വൻ അപകടമുണ്ടായത്. എയർ ഇന്ത്യ 171 ഡ്രീം ലൈനർ വിമാനമാണ് തകർന്നു വീണത്. വിമാനത്തിന്റെ പിൻവശം മരത്തിലിടിച്ചെന്നാണ് സൂചനകൾ. വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞതായും തീ ആളിപ്പടർന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. ഇതേ തുടർന്ന് പ്രദേശത്തെ റോഡുകളെല്ലാം അടച്ചു. ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ വിമാനത്തിന്റെ മിക്ക ഭാഗങ്ങളും കത്തിയമർന്നു. എന്നാൽ അപകട കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. 625 അടി ഉയരത്തിൽ വെച്ചാണ് വിമാനത്തിന്റെ സിഗ്നൽ നഷ്ടമായതെന്നാണ് ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. 300 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുണ്ടായിരുന്ന വിമാനം കൂടിയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ദീർഘദൂര യാത്രയ്ക്കായി വിമാനത്തിൽ വലിയ അളവിൽ ഇന്ധനം നിറച്ചിരുന്നുവെന്നും ഇത് അപകടത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിന്റെയും തീപിടുത്തത്തിന്റെയും തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം അപകടത്തിന്റെ സംശയാസ്പദമായ കാരണത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു പ്രസ്താവനയും അറിയിച്ചിട്ടില്ല. വിമാനം തകർന്നതിനു പിന്നാലെ വിമാനത്തിൽ തീപിടിക്കുകയാണ് ചെയ്തത്. പ്രദേശമാകെ പുക നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഹോൾഡ്. ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്തി അവിടെ നിന്നും ലണ്ടനിലേക്ക് യാത്രയ്ക്കിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. എയർ ഇന്ത്യയുടെ 5 സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.